ദിവ്യരക്ഷകൻ്റെ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹവും സന്തോഷവും നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പുൽക്കൂട്ടിലേക്ക് വന്ന രാജാക്കന്മാരെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം. ഈ രാജാക്കന്മാരും അവരുടെ യാത്രയും നമ്മെ പലതും പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഈ ഭൂമിയിലുള്ള ജനനം പ്രകൃതിയിൽ ഉദിച്ച നക്ഷത്രത്തിലൂടെ കണ്ടെത്തിയവരായിരുന്നു ഈ രാജാക്കന്മാർ. റോമ 1:18 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ പറയുന്ന കാര്യമാണ് ഇത്. നമുക്കത് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ദൈവം ജനിച്ചു എന്നറിഞ്ഞപ്പോൾ ഇരുന്ന സിംഹാസനം വിട്ടെഴുന്നേറ്റ് തങ്ങൾ ഭരിക്കുന്ന രാജ്യവും വിട്ട് ദൈവത്തെ തേടി ഇറങ്ങിയവരാണ് ഈ രാജാക്കന്മാർ. അവരുടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവർ. പ്രത്യുത ജനിച്ച ദൈവത്തെ കാണുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവത്തെ കാണുവാൻ ഇരിക്കുന്ന സിംഹാസനം വിട്ട് എഴുന്നേൽക്കുമോ? നമ്മുടെ രാജ്യം വിട്ട്, നമ്മൾ സൃഷ്ടിച്ച, നമ്മൾ ഭരിക്കുന്ന രാജ്യം വിട്ട് ദൈവത്തെ കാണുവാൻ ഇറങ്ങിത്തിരിക്കുമോ? ഈ രാജാക്കന്മാർക്ക് അവരെ നയിക്കുന്ന, സഞ്ചരിക്കുന്ന ഒരു നക്ഷത്രം വഴികാട്ടിയായിട്ടുണ്ടായിരുന്നു. അതെ, ദൈവത്തെ കാണാൻ ഇറങ്ങിയാൽ നമ്മെ നയിക്കാൻ ദൈവത്തിൻ്റെ തന്നെ പ്രകാശം നമുക്ക് മുമ്പേ പോകും. ഈ പ്രകാശ നക്ഷത്രം ഹെറോദേസിൻ്റെ അരമനയ്ക്ക് മുകളിൽ വന്നപ്പോൾ അപ്രത്യക്ഷമായി. അപ്പോൾ ആ രാജാക്കന്മാർ വിചാരിച്ചു അവിടെയാണ് ദൈവം പിറന്നിരിക്കുന്നത് എന്ന്. അങ്ങനെ അരമനയ്ക്കകത്ത് കയറി നോക്കിയപ്പോൾ തിന്മയുടെ രാജരൂപം സിംഹാസനത്തിലിരിക്കുന്നു. അവിടെ ദൈവം ജനിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ രാജാക്കന്മാർ കൊട്ടാരം വിട്ട് ഇറങ്ങിയപ്പോൾ വീണ്ടും നക്ഷത്രം ഉദിച്ചു. അതായത് തിന്മകളുടെ കൊട്ടാരത്തിന് മുകളിൽ ദിവ്യപ്രകാശം അപ്രത്യക്ഷമാകും. അവിടെ നിന്ന് ഞാൻ എപ്പോൾ ഇറങ്ങുന്നുവോ അപ്പോൾ ആ ദിവ്യപ്രകാശം എന്നെ നയിക്കും. ഈ 3 രാജാക്കന്മാർ അവരെ നയിക്കുന്ന നക്ഷത്രം ഒരിടത്ത് നിശ്ചലമാകുന്നത് കണ്ട് താഴെ ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ യേശു ജനിച്ചു കിടക്കുന്നത് കണ്ടു. അതെ, ഭൂമിയിലേക്ക് നമുക്ക് നോക്കാം. ദൈവത്തെ കണ്ടെത്തുവാൻ പുൽക്കൂട്ടിലും ദൈവം പിറക്കും. കൊട്ടാരങ്ങളിൽ പിറക്കുമോ ആവോ? ആ രാജാക്കന്മാർ പുൽക്കൂട്ടിൽ നിന്നും ഒന്നും എടുക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ പുൽക്കൂട്ടിലേക്ക് പൊന്നും മീറയും കുന്തിരിക്കവും സമർപ്പിച്ചു. ഈ വർഷം പുൽക്കൂട്ടിൽ നമ്മൾ എന്ത് സമർപ്പിക്കും എന്ന് ഒന്ന് ചിന്തിക്കുക. മറ്റൊരു കാര്യം, ഇവർ പുൽക്കൂട്ടിലെ യേശുവിനെ കണ്ടിട്ട് മാലാഖ പറഞ്ഞതുപോലെ മറ്റൊരു വഴിയെ നാട്ടിലേക്ക് മടങ്ങി. നമ്മൾ ഈ വർഷം പുൽക്കൂട്ടിലെ ഉണ്ണിയെ കണ്ടിട്ട് പഴയ ജീവിത വഴികൾ മാറി മാനസാന്തര വഴിയിൽ കൂടി സഞ്ചരിക്കുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.